പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയാൽ അതിന്റെ ഭാഗമായി ഇന്ത്യ എന്ത് ചെയ്താലും വലിയ തിരിച്ചടി ഞങ്ങൾ നൽകുമെന്നാണ്. എന്തുതരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ സിന്ധു നദിയെ ബാധിക്കുന്ന തരത്തിൽ ചെയ്താലും തങ്ങൾ അത് തച്ചുടയ്ക്കും എന്ന് ആസിഫ് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യ ഡാം കെട്ടി വെള്ളം കൊണ്ടുപോകാനാണ് പദ്ധതിയെങ്കിൽ ഞങ്ങൾ ആ അണക്കെട്ട് തകർക്കുമെന്നാണ് ആസിഫിന്റെ ഭീഷണി. അതെ, പാക് സേന ഇന്ത്യൻ മണ്ണിൽ കയറി അണക്കെട്ട് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ സേന പേടിച്ച് മൂലയിലിരിക്കുമെന്ന് അവർ കരുതുന്നു. വാസ്തവത്തിൽ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ അറിയാം. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന് പ്രതിരോധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മാത്രമല്ല, ഒരുപക്ഷെ ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും കിട്ടിയെന്ന് വരാം. എന്നാൽ ഇന്ത്യയിൽ കയറി ആക്രമിക്കാനോ ഇന്ത്യയുടെ ഒരു അണക്കെട്ട് തകർക്കാനോ ഉള്ള ധൈര്യം പാകിസ്ഥാൻ ഇല്ലെന്നും അതിനൊരു പിന്തുണയും ഒരു രാജ്യവും കൊടുക്കില്ലെന്നും പാകിസ്ഥാന് കൃത്യമായി അറിയാം. പക്ഷെ എന്നിട്ടും പാക് ജനതയുടെ നഷ്ടപ്പെട്ട ആത്മവീര്യം വീണ്ടെടുക്കാനാവാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ കയറി ഡാം തകർക്കുമെന്ന്. പാക് വ്യോമസേനയ്ക്ക് ഒരു വിമാനവും മിസൈലും ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ധൈര്യമില്ല എന്ന് അവർ നേരത്തെ തെളിയിച്ചതാണ്. വാചകമടിയും ഗീർവാണവുമല്ലാതെ ഒന്നും ചെയ്യാനുള്ള ധൈര്യമോ ശേഷിയോ പാകിസ്ഥാനില്ല. അത്ര ശക്തമായ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യൻ ആകാശത്ത് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഒരു മിസൈലും ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറുകയില്ല. എന്നാൽ ഇന്ത്യയുടെ മിസൈലുകളെ നേരിടാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്ന് 2016-ലും 2019-ലും നമ്മൾ തെളിയിച്ചതാണ്. കാർഗിലിൽ കടന്നു കയറി ഇന്ത്യക്കെതിരെ ഗോഗ്വ വിളിച്ചപ്പോൾ അവർക്ക് അനുകൂലമായിരുന്നു ഭൂമിശാസ്ത്രമെങ്കിലും ഇന്ത്യൻ സേന ധീരതയോടെ അവരെ തുരത്തി. ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുമ്പിൽ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണമെങ്കിൽ അവരുടെ ആത്മവിശ്വാസം എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നറിയണം.